യോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശായിരുന്നു അവന്റെ ഭാര്യയെന്ന്. ഇന്ന് നമുക്ക് ഒരു പ്രത്യേകമായ ചിന്ത നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാസ്പദമായിട്ടൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോബ് 2:8. അവൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അടുത്ത 8-9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം? മതി വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം? ഇതിനെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോടായി പറഞ്ഞത്? യോബിൻ്റെ ഭാര്യ യോബിനോട് പറഞ്ഞതാ. ഒന്നുകൂടെ വായിച്ച ആ വാക്യം, 9-ാം വാക്യം. നീ ഇനിയും, അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്യത്തിന്റെ പേരിൽ ഈ സ്ത്രീയെ എന്തുമാത്രം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അയ്യോ, ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ, യോബിൻ്റെ ഭാര്യയുടെ മേൽ വിമർശനങ്ങൾ, ഇതുപോലെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീ വേറെ ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവളുടെ ജീവിതത്തിൽ അവൾ ആകെ പറഞ്ഞ ഒരു ജീവിത ആയുസ് മുഴുവനും ജീവിച്ച ഒരു സ്ത്രീയാണേ. അവൾ പറഞ്ഞ 9 വാക്കുകൾ വെച്ചാണ് നമ്മൾ അവളെ വിലയിരുത്തിയത്. നമ്മൾ മാത്രമല്ല, വലിയ വേദപണ്ഡിതന്മാർ വരെ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അഗസ്ത്യൻ ഇങ്ങനെ അവളെക്കുറിച്ച് പറഞ്ഞത്, ഡെവിൾസ് അക്കംപ്ലിഷ്, പിശാചിൻ്റെ കൂട്ടാളി. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. പിശാചാണല്ലോ ദൈവത്തോട് പറഞ്ഞത്, നീ യോബിനും ഉള്ള സകലത്തെയും നീ അങ്ങ് പിൻവലിച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞു, ഉപേക്ഷിച്ചോളുവെന്ന്. അപ്പം അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ പിശാചിൻ്റെ കൂട്ടാളിയായിട്ട് യോബിനെ തകർക്കാൻ വന്ന സ്ത്രീ, നോക്കിയേ, ഡെവിൾസ് അക്കംപ്ലിസ്. കാൽവിൻ അവളെക്കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഡയബോളിക്കൽ ഫ്യൂറി എന്നാണ് പറഞ്ഞത്. പൈശാചിക ക്രോധമുള്ള സ്ത്രീ, എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന ഒരു സ്കോൺഫുൾ വുമൺ എന്നാണ് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കമൻറ്റേറ്റേഴ്സ്, പുസ്തകങ്ങൾ എഴുതുന്നവരൊക്കെ ഇവളെക്കുറിച്ച് പറയും. ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, യോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശായിരുന്നു അവൻ്റെ ഭാര്യയെന്ന്. യോബിൻ്റെ ജീവിതത്തിലെ നന്മകൾ പിന്നീട് വന്നപ്പോഴും ആ കുരിശ് ദൈവം മാറ്റിയില്ല. അവസാനം വരെ ആ കുരിശ് യോബ് ചുമക്കേണ്ടതായിട്ട് വന്നുവെന്ന്. നമ്മുടെ എല്ലാം ഈ ധാരണ ഇന്നൊന്ന് മാറണം. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിളിലെ 31-ാം സദൃശവാക്യം 31-ാം അധ്യായത്തിലെ ഒരു ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നും നമ്മൾ ആരെ ഉൾപ്പെടുത്തിയിട്ടില്ല? ഇയ്യോബിൻ്റെ ഭാര്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇയ്യോബിൻ്റെ ഭാര്യയുടെ സ്ഥാനം എവിടാണെന്നറിയാമോ? ഇസബേലിൻ്റെ കൂട്ടത്തിലും ദലീലയുടെ കൂട്ടത്തിലും മീഖളിൻ്റെ കൂട്ടത്തിലും ഒക്കെയാണ് നമ്മൾ ആരെ കൂട്ടിയിരിക്കുന്നത്? യോബിൻ്റെ ഭാര്യയുടെ പേര് പോലും ബൈബിൾ പറയുന്നില്ല. അവളെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹോൾ ഓഫ് ഫെയിമിലല്ല, ഹോൾ ഓഫ് ഷെയിമിലാണ്. വാസ്തവത്തിൽ ഈ യോബിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള നമ്മുടെ ആ വിലയിരുത്തൽ ശരിയാണോ? യോബിനെ നമ്മൾ ഒത്തിരി പ്രശംസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കടന്നുപോയ ആ പ്രയാസത്തിൽ കൂടെ അതിനെയൊക്കെ അതിജീവിക്കുകയും അപ്പോഴൊന്നും ദൈവത്തെ തള്ളിപ്പറയാതെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടില്ലേ, തിന്മയും നമുക്ക് പ്രാപിക്കരുതോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ യോബിനെ കുറിച്ച് ധാരാളം മെസ്സേജസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ യോബിനോടൊപ്പം എമ്പതൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ യോബിനോടൊപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ
പലപ്പോഴും നമ്മൾ അറിയാതെ ഇയ്യോബിൻ്റെ ഭാര്യയെ വിമർശിച്ചിട്ട് പോയിട്ടുണ്ട് അല്ലേ? പക്ഷേ വാസ് ഷീ എ ബാഡ് വുമൺ? ഇയ്യോബിൻ്റെ ഭാര്യ ഒരു ചീത്ത സ്ത്രീ ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? വാട്ട് ഈസ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് ജോബ്സ് വൈഫ്? ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, നമ്മൾ ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവൾ കഠിന ഹൃദയമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ഈ കഠിന ഹൃദയമുള്ള സ്ത്രീ അവളെങ്ങനെയാണ് അവളിങ്ങനെ ഒരു വാചകം പറയുവാനിടയായ സാഹചര്യം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇയ്യോബ് കടന്നുപോയ സകല വേദനകളും, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സകല ദുരന്തങ്ങളും കൂടെ നിന്ന് അനുഭവിച്ച ഒരു സ്ത്രീ ആയിരുന്നു ആരെ? ഇയ്യോബിൻ്റെ ഭാര്യ. ഇയ്യോബ് അനുഭവിച്ച അതേ വ്യഥ ഈ സ്ത്രീയും അനുഭവിച്ചു. ഷീ എക്സ്പീരിയൻസ് ദ സെയിം ഗ്രീഫ്. അതേ അളവിൽ അവളും അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ഇടയ്ക്ക് പെട്ടുപോയി അവള്. യോബിൻ്റെ ഈ കഷ്ടതയുടെ സമയത്ത് യോബിൻ്റെ ഭാര്യ യോബിനെ പോലെ തന്നെ വേദനയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. യോബും ആർക്കെങ്കിലും ദൈവത്തോട് ദേഷ്യപ്പെടാൻ, ദൈവത്തോട് ആംഗ്രി ആകാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് യോബിനും യോബിൻ്റെ ഭാര്യയ്ക്കുമോ. കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ദുരന്തം ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. അവരുടെ ജീവിതത്തിൽ അവർ വളരെ പ്രതിസന്ധിയിൽ കൂടെ അവർ കടന്നുപോയി. We will never go through what Job's wife experienced. യോബിൻ്റെ ഭാര്യ അനുഭവിച്ച ആ വ്യഥ അത് നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ശരിയാ, ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ യോബിൻ്റെ ഭാര്യ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ പറഞ്ഞത്. പക്ഷെ അത്ര പോലും യോബിൻ്റെ ഭാര്യ കടന്നുപോയ അത്ര പോലും അതിൻ്റെ ഒരു 100-ൽ 1 അംശം പോലും പ്രതിസന്ധിയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകാതിരുന്ന നമ്മൾ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ, ദൈവത്തോട് പറഞ്ഞ വാക്കുകളൊക്കെ രേഖപ്പെടുത്തി വച്ചിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ ഒരുപക്ഷെ പുറത്ത് പറഞ്ഞു കാണത്തില്ല, ഉള്ളിലെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടില്ലേ? നമ്മൾ പറഞ്ഞ വാക്കുകളൊന്നും ആരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. പക്ഷെ യോബിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഒരു 9 വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞത് ജീവിതത്തിലെ വലിയ നിരാശയുടെ നടുവിലാണ്, വലിയ മിസറിയിൽ കൂടെ, വലിയ കഷ്ടത്തിൻ്റെ നടുവിൽ കൂടെ അവൾ കടന്നുപോയപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളാണ്. യെസ്, അതിൽ ദൈവത്തോടുള്ള ദേഷ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവൾ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊരിക്കലും അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്നാമതായിട്ട് അവൾ കടന്നുപോയത്, ഷീ വാച്ച്ഡ് ഹെർ ചിൽഡ്രൻ ഡൈ. തൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി മരിക്കുന്നത് അവൾ കണ്ടു നിന്നു. എത്ര പേരുണ്ടായിരുന്നു യോബിൻ്റെ മക്കള്? 10 പേരെ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയാം. പക്ഷെ ഒന്നെങ്കിലും ബാക്കി കാണും ചിലപ്പോഴേ. ഒരേ ഒരു കുഞ്ഞുള്ളവരും മരിച്ചുപോയവരുണ്ട്. 10 മക്കളെ ഒരൊറ്റ പകൽ, ഒരു പകൽക്കാലം കൊണ്ട് 10 മക്കളും ഇല്ലാതായി പോവുക. എന്നാലോചിച്ച് നോക്കി, ആ ഒരു വേദനയിൽ കൂടെ നമ്മൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഈ 10 മക്കളെയും അവൾ ഒന്നിച്ചല്ല പ്രസവിച്ചത്, 10 പ്രാവശ്യം. ആ പ്രസവത്തിൻ്റെ വേദനയും ആ ഗർഭകാലത്തിൻ്റെ വേദനയും ഒക്കെ സഹിച്ച് ഈ 10 മക്കളെ അവൾ പെറ്റു. അവരെ പോറ്റി വളർത്തി. അവർ വളർന്നു വലുതായി. അവർ പക്വത പ്രാപിച്ച് അവർ വിവാഹം കഴിച്ചു മറ്റു ഭവനങ്ങളിലേക്ക് മാറി താമസിച്ചു. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിയവരാണല്ലോ. അവരൊക്കെ വളർന്നിന്ന് കുടുംബമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നു. നിങ്ങൾ എത്ര സന്തുഷ്ടരാ അല്ലേ? അവരുടെ സന്തോഷം കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെ സന്തോഷിച്ച ഒരു സ്ത്രീയാണ്. 10 മക്കള്, 10 അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ 10 മക്കളെയും അവർക്ക് നഷ്ടപ്പെട്ടു.
ആ 10 മക്കളും നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരെ നഷ്ടപ്പെട്ടു. ഈ മക്കൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അവർ സന്തോഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവരെല്ലാവരും ഒരുമിച്ച് മരിച്ചു പോയത്. അവരത്രമാത്രം സ്നേഹിച്ചിരുന്നവരായി കുഞ്ഞുങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മക്കളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് എത്ര സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നിച്ചു കൂടാറുണ്ട്? ഈ മാസം 9-ാം തീയതി, കഴിഞ്ഞ 9-ാം തീയതി ഞങ്ങളും വലിയൊരു ഫാമിലിയാണ് കേട്ടോ. ഞങ്ങൾ സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് കൂടി. എല്ലാ വർഷവും ഞങ്ങളങ്ങനെ ഒന്നിച്ചു കൂടാറുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ആ മക്കളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി. ഇന്ന് അനേക സഹോദരങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. ഒന്നിച്ചു കൂടിയിരുന്ന് സന്തോഷിച്ചിട്ട് വർഷങ്ങളായി. എന്താ കാര്യം എന്ന് പറയാം, ഞാൻ പണ്ടൊരിക്കൽ വായിച്ചിട്ടുണ്ട്, ഒരു വീട്ടിലെ അപ്പനും അമ്മയും എത്രമാത്രം അന്യോന്യം സ്നേഹിക്കുന്നുവോ അവരുടെ സ്നേഹം കണ്ട മക്കളും വളരുന്നത്. അങ്ങനെ വളർന്ന മക്കൾ അവരന്യോന്യം അതുപോലെ സ്നേഹിക്കുമെന്ന്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് കുടുംബത്തിൽ നിന്നാണ് കിട്ടിയത്. അത് ഈ അമ്മ കാണിച്ചു കൊടുത്ത മാതൃകയായിരുന്നു. അത്രമാത്രം ഇയ്യോബും ഭാര്യയും പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ്. അവരുടെ സ്നേഹം കണ്ട ഈ മക്കൾ വളർന്നത്. ആ സ്നേഹം അവരുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അവർ തമ്മിൽ, ആ സഹോദരന്മാർ തമ്മിൽ ആ സ്നേഹമുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. അവരെ ദൈവ വഴികളിൽ ഈ അമ്മ വളർത്തി. ഒരു 10 പേരും 10 ഇടത്ത് താമസിച്ചു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ആ അമ്മയ്ക്ക് ഈ 10 മക്കളെയും നഷ്ടപ്പെട്ടു. അവളുടെ ദുഃഖം ഇനിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇയ്യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നമ്മൾ 1:1 ഇയ്യോബ് എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു? ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. നല്ലൊരു സർട്ടിഫിക്കറ്റ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം? തീർച്ചയായിട്ടും ഇങ്ങനെ ആ സമൂഹത്തിൽ വളരെ മാന്യനായ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പുരുഷൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മോശം സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ അത്രയും വലിയൊരു സ്ഥാനം കിട്ടുമായിരുന്നില്ല. അപ്പോൾ ആ സമൂഹത്തിലും ആ ഭവനത്തിലും ആ ചുറ്റുപാടുകളിലുമെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട, പേരുള്ള, പ്രസിദ്ധിയുള്ള, നല്ല പേരുള്ള ഒരു സ്ത്രീയായിരുന്നു ഇയ്യോബിൻ്റെ ഭാര്യ. ഇനിയും അപ്പോൾ നോക്കിയേ, ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് ഈ 10 മക്കളെയും നഷ്ടപ്പെട്ടു. രണ്ടാമത്, ഷീ എക്സ്പീരിയൻസ്ഡ് ഡ്രമാറ്റിക് ഫിനാൻഷ്യൽ ലോസ്. പെട്ടെന്ന് അവൾ ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ടല്ലോ, ഫ്രം റിച്ചസ് ടു റാക്സ്. വലിയ സമ്പത്തിൽ ഭയങ്കര എന്താ പറയുക, റിച്ച് ലൈഫായിരുന്നു അവരുടേത്. വലിയ ധനികനായിരുന്നു ഇയ്യോബ്, വലിയ ധനികനായിരുന്നു. ഒരു ധനികൻ്റെ വീട്ടിലെ ജീവിതം പെട്ടെന്ന് ആ പോവർട്ടിയിലേക്ക്, ഇല്ലായ്മയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത്. ഫ്രം റിച്ചസ് ടു റാക്സ്. സകലതും നഷ്ടപ്പെട്ടു. അവരുടെ സമ്പത്തെല്ലാം ഒരു ദിവസം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ഈ സ്ത്രീ എങ്ങനെ ജീവിച്ചതാ? വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. വളരെ ആർഭാടമായിട്ട് ജീവിച്ച, സമ്പത്തോടെ ജീവിച്ച ഒരു സ്ത്രീ. ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു, ആവശ്യത്തിന് പണം, എല്ലാ സൗകര്യങ്ങളുമായിട്ട് ജീവിച്ച ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം സകലതും നഷ്ടപ്പെട്ടവളായി തീർന്നു. മക്കൾ മരിക്കുക മാത്രമല്ല, അവളുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് സകലതും നഷ്ടപ്പെട്ടു. അവളുടെ ക്രീച്ചർ കംഫർട്ട്സ്, അവളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, ഭവനത്തിൻ്റെ സന്തോഷങ്ങൾ, സകലതും ഒരൊറ്റ നിമിഷം കൊണ്ട് അവളിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, മക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവളുടെ റോള് മാറി. ഷീ ബിക്കെയിം എ കെയർ ടേക്കർ ഫോർ ഹർ ഡിസീസ് റാവേജ്ഡ് ഹസ്ബൻഡ്. സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ട ഒരു കെയർ ടേക്കറുടെ ജോലി അവൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഭർത്താവിനുണ്ടായ കാര്യം നമുക്കറിയാമല്ലോ. അവൻ്റെ ശരീരം മുഴുവനും വലിയ പരുക്കളാൽ, വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ഇയ്യോബിൻ്റെ ശരീരം മുഴുവനും അഴുകി നിൽക്കുക. പരുക്കൾ വന്ന് പൊട്ടി ഒലിക്കുക. അതിവേദനയിൽ ഈ മനുഷ്യൻ കിടന്ന് നിലവിളിക്കുകയാണ്.
അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗത്തിൻ്റെ പേരൊന്നും ബൈബിൾ പറയുന്നില്ല. പക്ഷേ the Bible clearly states that his pain was so excruciating. വളരെ തീവ്രമായ വേദനയാണ്, സഹിക്കാനൊക്കാത്ത വലിയ വേദനയിൽ കൂടെ ഈ മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. യോബ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോബ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്നെ അങ്ങ് എടുത്തോണേ. 3-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൻ്റെ ജനനത്തെ, തൻ്റെ ജന്മത്തെ ശപിച്ചുകൊണ്ട് യോബ് പ്രാർത്ഥിക്കുക, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഈ കഷ്ടത സഹിക്കാൻ വയ്യ. യോബിൻ്റെ കോലമാകെ മാറി, പ്രിയമുള്ളവരെ. യോബിനെ കാണുന്നവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അവൻ്റെ കൂട്ടുകാർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനെ തിരിച്ചറിയുന്നില്ല. അത്രമാത്രം ഈ യോബിൻ്റെ ശരീരം രോഗം ബാധിച്ച് ക്ഷീണിച്ചു പോയി. ആ മരണത്തിൻ്റെ വക്കിലാണ് അദ്ദേഹം ജീവിക്കുന്ന ഓരോ ദിവസവും. ഒരേ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ആ ചാരത്തിനകത്ത് കിടക്കുമ്പം ചാരത്തിൻ്റെ ചെറിയൊരു ചൂട് ശരീരത്തിന് കിട്ടും. അപ്പോൾ വേദനയ്ക്ക് ഒരു ചെറിയ ശമനം ഉണ്ടാകും. പിന്നെ ആ ഓട്ട് കഷ്ണം എടുത്ത് ദേഹം മുഴുവനും ചൊറിയുക. ആ ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വല്ലാത്ത ശാരീരിക വേദനയിൽ കൂടി മനുഷ്യൻ കടന്നു പോവുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുക. ആരാ? യോബിൻ്റെ ഭാര്യ. She saw her husband before her eyes develop a terrible disease that brought him to the borders of death. തൻ്റെ ഭർത്താവ് അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് നോക്കി നിന്ന്, കണ്ണുനീരോടുകൂടി നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭാര്യ. യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. നമ്മൾ പലപ്പോഴും യോബിൻ്റെ കഷ്ടതയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാറുണ്ട്. യോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ബട്ട് വി മിസ് ദ ഫെയ്ത്ത്ഫുൾ സ്റ്റഡി പ്രസൻസ് ഓഫ് ഹിസ് വൈഫ്. അവൻ്റെ വേദനയുടെ നടുവിലും അവനോടൊപ്പം നിന്ന് വിശ്വസ്തയായി അവനെ ശുശ്രൂഷിച്ച അവൻ്റെ ഭാര്യയെ നമ്മൾ മറന്നുപോയി. യോബിനെ ശുശ്രൂഷിപ്പാൻ അവൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഒരു ഇന്നിപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിലേ, നമ്മളിൽ ആർക്കെങ്കിലും, പുരുഷന്മാരായ നമ്മളിൽ ആർക്കെങ്കിലും ഇതുപോലൊരു അസുഖം വന്നാൽ നമ്മുടെ ഭാര്യമാർ എത്ര പേര് കൂടെ നിന്ന് ഇതുപോലെ നമ്മളെ ശുശ്രൂഷിക്കും. ഹോം നേഴ്സിനെ വയ്ക്കും. ഞങ്ങളൊക്കെ ഹൗസ് ഓഫ് ഹോപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ യൂണിറ്റിനകത്ത് ഒരെണ്ണം ഒരു ഹോം നേഴ്സിനുള്ള റൂമൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ പ്രായമായി കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക്, അത് ഭാര്യയ്ക്കാകാം ഭർത്താവിനാകാം, വയ്യാതെ വരുമ്പോൾ ശുശ്രൂഷിക്കാൻ 24/7 ഒരാൾ വേണമല്ലോ. അതിനൊരു ഹോം നേഴ്സിനെ നിർത്താനുള്ള പ്രൊവിഷനോട് ഇട്ടാണ് ഇപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹോം നേഴ്സൊന്നും ഇല്ല. ഈ ഭാര്യയായി ജോലിയെല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, അന്നൊന്നും ഈ പാലിയേറ്റീവ് കെയർ ഒന്നുമില്ല. കേട്ടിട്ടുണ്ടല്ലോ പാലിയേറ്റീവ് കെയർ? അതിവേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസമായിട്ട് ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അന്നുള്ള ഇന്നത്തെ പോലുള്ള പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സൊന്നും അവിടെ ഇല്ല. ആകെയുള്ള പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന ആരാ? ഈ പാവം ഭാര്യയാണ്. അപ്പോൾ അന്ന് പെയിൻ കില്ലറൊന്നും ഇല്ല. ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ക്യാൻസറിൻ്റെ മാരകമായ അതിവേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ആ വേദന അറിയാതിരിക്കാൻ വേണ്ടി അവരതുപോലെയുള്ള ഹെവി ഡോസ് ഓഫ് പെയിൻ കില്ലേഴ്സ് കൊടുക്കും. അന്ന് പെയിൻ കില്ലറൊന്നും ഇല്ല. യോബിനാകെ ഉണ്ടായിരുന്ന പെയിൻ കില്ലർ ഇച്ചിരി ചാരവും ഓട്ട് കഷ്ണവുമായിരുന്നു. അതുകൊണ്ട് വേദന മാറുമോ? ഇല്ല. ഹോസ്പിറ്റൽ സപ്പോർട്ടില്ല. ഇന്ന് നമ്മുടെ ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആശുപത്രിയിലാക്കും, ആശുപത്രിക്കാർ ICUവിലാക്കും, നമ്മൾ വീട്ടിലിരിക്കും, അല്ലേ? ഇതെല്ലാം ഒന്നിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ആരുടെ മേൽ വന്നു? യോബിൻ്റെ ഭാര്യയുടെ മേൽ വന്നു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വലിയ വിഷമം തോന്നുന്നുണ്ടല്ലേ? ഇനി മാത്രമല്ല, കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്.
സമ്പത്ത് അധികമുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ആ സമ്പത്ത് മുഴുവനും പോയി. ഇനി ആരെങ്കിലും വിളിച്ച്, ജോലിക്കാരെ വിളിച്ചൊന്ന് നിർത്തി ഭർത്താവിനെ ഒന്ന് ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് കൊടുക്കാൻ കയ്യിൽ പണവുമില്ല. ആ മനുഷ്യൻ ദിവസം തോറും, മണിക്കൂറുകൾ തോറും ആ മനുഷ്യൻ കിടന്ന് നിലവിളിക്കുക, വേദന കൊണ്ട്, അതിവേദന കൊണ്ട് നിലവിളിക്കുകയാ. ഇത് കണ്ട ആ ഭാര്യ ആ ഒരു ദുർബല നിമിഷത്തിൽ അവൾ പറഞ്ഞ 9 വാക്കുകൾ വെച്ചാണ് നമ്മൾ ഈ സ്ത്രീയെ വിധിച്ചത്, അല്ലേ? ശരിയല്ലേ? ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, ആ യോബിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേ പറഞ്ഞേനെ. സത്യസന്ധമായിട്ട് നെഞ്ചിൽ കൈവച്ചെന്ന് പറഞ്ഞു. ആ ഭാര്യയെ വിമർശിക്കാൻ എന്ത് എളുപ്പമായിരുന്നല്ലേ? പക്ഷെ അവൾ ഏതൊരു അവളുടെ ജീവിതത്തിൻ്റെ ലോവസ്റ്റ് പോയിന്റിലാണ് അവൾ നിൽക്കുന്നത്. ഷി വാസ് അറ്റ് ദ ബ്രിങ്ക് ഓഫ് എ ബ്രേക്ക് ഡൗൺ. ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൽ അവളുടെ ആശ്രയം ആ നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ദൈവത്തോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ദൈവത്തോട് നമ്മൾ മറുതലിച്ചിട്ടുണ്ട്, ദൈവത്തോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, കൂട്ടുകാരും വീട്ടുകാരും നഷ്ടപ്പെട്ട്, ദൈവം പോലും സഹായത്തിന് ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ അവൾ ഉച്ചരിച്ച വേർഡ്സ് ഓഫ് ഡെസ്പെയർ ഈ 9 വാക്കുകളിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ വാക്കുകൾ ഇനി ഒന്നുകൂടെ വായിച്ചേ. യോബിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ 2:9 ഇനി ഒന്ന് വായിച്ചേ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? എൻ്റെ അച്ചായ, ഇനി എന്തിനായി ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു? ഇനി ഒന്ന് ചിന്തിച്ചേ, അവൾ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ ഇപ്പോഴേ? ചായ, ഇനി എന്തിനാ? ഇത്ര നാളും ഈ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചില്ലേ? ഇത്ര നാളും നമ്മൾ ഈ ദൈവത്തെ ആരാധിച്ചില്ലേ? ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നില്ലേ? ഇനി എന്തിനാ നമ്മൾ ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നേ? നമുക്ക് മതിയാക്കാം, മരിക്കുക. ഇത് ഇത്രയുള്ള അവൾ പറഞ്ഞത്. പക്ഷേ അവളുടെ മേൽ ആളുകൾ പറഞ്ഞ വിമർശനങ്ങൾ, എന്തെല്ലാം കുറ്റങ്ങളാണ് അവളെക്കുറിച്ച് പറഞ്ഞത്. നമ്മളിങ്ങനെ ചിന്തിക്കണം ദൈവവചനം വായിക്കുമ്പോഴേ. അതായി കുഴപ്പം. നമ്മൾ ഈ വല്ലവരുമൊക്കെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ വായിച്ചേച്ച് വല്ലവരുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ പറയുന്നതാണ് ശരിയെന്ന്. പക്ഷെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ദാവീദും യെരമ്യാവും അബ്രഹാമും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് പറഞ്ഞില്ലേ? പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ യോബിൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴത്തേക്ക് ചെല്ലരും കൂടെ അങ്ങ് ചാടി വീണ്. ദേ പൗൺസ്ഡ് ഓൺ ഹെർ ആൻഡ് ഹീപ്ഡ് കണ്ടംനേഷൻ ആൻഡ് ക്രിറ്റിസിസംസ് ഓൺ ഹെർ. അല്ലേ? ഇതാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, every human has moments, words, thoughts we would love to have back, shared in the crucible of a crushing trial. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്ന ചില വാക്കുകൾ, ചില ചിന്തകൾ, അത് പറഞ്ഞു പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന വേളകൾ ഉണ്ടായിട്ടില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുകയോ ഞാനത് പറയേണ്ടിയിരുന്നില്ലെന്ന്. ശരിയാ, യോബിൻ്റെ ഭാര്യ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവൾ പറഞ്ഞതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് അവൾ പറഞ്ഞതെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. നമ്മളൊക്കെ പറഞ്ഞ വാക്കുകൾ ഇതുപോലെ ഒരു ഹിസ്റ്ററി രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഡിസെക്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമായിട്ട് നമ്മളൊക്കെ പറഞ്ഞ വാക്കുകൾ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ, അയ്യോ എൻ്റെ ദൈവമേ, അത് രേഖപ്പെടുത്തി വെക്കാഞ്ഞതിനായിട്ട് സ്തോത്രം. യോബിൻ്റെ ഭാര്യ പറഞ്ഞ ഈ യോബിൻ്റെ പുസ്തകത്തിൽ അവർ സംസാരിച്ച ഈ 9 വാക്കുകളേ ഉള്ളൂ. അത് വെച്ചാണ് നമ്മൾ ആ വ്യക്തി ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം,
അതിലേക്ക് ഞാൻ വരാം. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി, എല്ലാവരും അവളെ പരിഹസിച്ചു, വിമർശിച്ചു. ഈ നൂറ്റാണ്ടുകൾ എടുത്തു നോക്കി അനേക ദൈവദാസന്മാരെ അവളെ വിമർശിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി, കമൻ്ററീസ് എഴുതി. പക്ഷേ ഇയ്യോബിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്. ഇയ്യോബ് അത് പറഞ്ഞപ്പോൾ, തൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോൾ, ഇയ്യോബിൻ്റെ റെസ്പോൺസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ്. ആ വാക്കൊന്ന് വായിച്ചാട്ടെ. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. മതി, ഇത്രയുള്ളല്ലോ അല്ലേ? ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ അവളോട് പറഞ്ഞ വാക്കുകളാ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത്. ഞാൻ ആ വാക്ക് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ, യോബ് ഇത് കേട്ടിട്ട് ചാടി വീണ് നീ എന്തുപാടി പറഞ്ഞതെന്ന് പറഞ്ഞ് ബഹളം വെച്ചോ? ഇല്ല. അവളെ കുറ്റപ്പെടുത്തിയോ? ഇല്ല. അവളെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ശകാരിക്കാനും അവകാശമുള്ള ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒരു പണ്ഡിതൻ്റെയും വാക്കുകളുടെ പിറകെ പോകണ്ട. ഇത്രയും വലിയ ദൈവഭക്തനായിരുന്ന ഇയ്യോബ് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകളോട് പ്രതികരിച്ചതൊന്ന് ചിന്തിച്ചു നോക്കി. He carefully listens and watches his beloved wife shrink under the weight of their shared hardships. അവർ രണ്ടുപേരും കടന്നു പോകുന്ന ആ പ്രതിസന്ധി തൻ്റെ ഭാര്യയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവളുടെ കണ്ണുകളിലേക്ക് ഇയ്യോബ് ഒന്ന് നോക്കി. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ഇയ്യോബ് പെട്ടെന്ന് തലയുയർത്തി തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഈ പരുക്കൾ വന്നിട്ട് പൊട്ടി അളഞ്ഞിരിക്കുന്ന ഈ കൈ അവളെ ഇങ്ങ് വിളിച്ചിട്ടുണ്ടാവും, നീ ഇങ്ങ് വാ. എന്നിട്ട് ആ തലയിൽ കൂടെ ആ വിരൽ ഓടിച്ചിട്ട് അവളോട് പറയുക, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കില്ലേ. യു സ്പീക്ക് ആസ് വൺ ഓഫ് ദ ഫൂളിഷ് വുമൺ വുഡ് സ്പീക്ക്. ഷാൽ വി റിസീവ് ഗുഡ് ഫ്രം ഗോഡ് ആൻഡ് ഷാൽ വി നോട്ട് റിസീവ് ഈവിൾ. എത്ര ശാന്തമായിട്ട് ആ ഭർത്താവ് ഭാര്യയോട് പ്രതികരിച്ചത്. സ്വന്തം ഭർത്താവ് പ്രതികരിച്ചത് ഇങ്ങനെ. അപ്പോഴാണ് ഈ കമൻറ്റേറ്റേഴ്സും പ്രാസംഗികരും എല്ലാവരും കൂടെ ചേർന്ന് അവൻ്റെ ഭാര്യയെ വിമർശിക്കാൻ നമുക്കെന്ത് അവകാശം? വിമർശിക്കാനുള്ള ഏക അവകാശി ആരായിരുന്നു? ഇയ്യോബായിരുന്നു. പക്ഷെ ഇയ്യോബ് അവളെ വിമർശിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നു? അല്ല, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇങ്ങനെയായി അത് പറഞ്ഞത്. യു സ്പീക്ക് ആസ് വൺ ഓഫ് ദ ഫൂളിഷ് വിമൻ. ഒരു പൊട്ടിയായ സ്ത്രീ, ഒരു വിഡ്ഢിയായ സ്ത്രീ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്നാ പറഞ്ഞത്. ഹി ഡിഡ് നോട്ട് സേ ഹിസ് വൈഫ് വാസ് ഫൂളിഷ്. He did not even say her words were foolish. He said, she sounds like one of the foolish women. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നീയാണോ സംസാരിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ച, ഞാൻ സ്നേഹിച്ച, ഞാൻ അറിഞ്ഞ ഭാര്യയായ നീ അല്ല ഇത് സംസാരിക്കുന്നത്. നിന്റെ സംസാരം ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു പൊട്ടിയായ സ്ത്രീ സംസാരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നീ ഒരു വിഡ്ഢിയായ സ്ത്രീയല്ല, പക്ഷെ ഇപ്പോൾ നീ പറഞ്ഞ വാക്കുകൾ ഒരു പൊട്ടിയായ സ്ത്രീ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അറിഞ്ഞ ഭാര്യയല്ല, സ്ത്രീ അല്ല ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അവൾ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഭർത്താവ് അവളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുക, ഇത് നീ അല്ലല്ലോ സംസാരിക്കുന്നത്. സ്വീറ്റ് ഹാർട്ട്, ദാറ്റ്സ് നോട്ട് യു ടോക്കിംഗ്. This doesn't sound like the woman of God I know and married. ഞാൻ ഇത്രയും വർഷം അറിഞ്ഞ അതായത് ഈ 10 മക്കളും ജന്മം കൊടുത്ത എൻ്റെ സ്വന്തം ഭാര്യ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ. എനിക്കറിയാവുന്ന എൻ്റെ ഭാര്യ അല്ല ഇത് സംസാരിക്കുന്നത്. This is not you talking, my dear wife. Let us remember God's promises. Let us remember his goodness. ഇതാ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇയ്യോബിൻ്റെ ഭാര്യയെ ആര് കുറ്റം പറഞ്ഞില്ല?
യോബ് കുറ്റം പറഞ്ഞില്ല. പലപ്പോഴും നമ്മൾ ഇതുപോലെയാ പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നത് കേട്ടാൽ അതിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് ഞാൻ വരികയാണ്. ആരെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക് അടർത്തിയെടുത്ത് നമ്മൾ ആ വ്യക്തിയെ വിമർശിക്കുവാനും വിമർശനത്തിൻ്റെ ശരങ്ങൾ എയ്യുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. Job knew his wife's suffering was just as acute as his. തൻ്റെ വേദന പോലെ വേദനയാണ് തൻ്റെ ഭാര്യയെ അനുഭവിക്കുന്നതെന്നുള്ളത് യോബിന് മനസ്സിലായി. പ്രിയമുള്ളവരെ, സഡൻ ലോസ് ഹാസ് എ വേ ഓഫ് ക്ലൗഡിങ് അവർ ജഡ്ജ്മെൻറ്റ്, ഡിസ്റ്റോർട്ടിങ് അവർ വ്യൂ ഓഫ് റിയാലിറ്റി ആൻഡ് ഓഫ് ഗോഡ്. പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, ജീവിതത്തിലെ ദുരന്തങ്ങൾ നമ്മളുടെ തീരുമാനങ്ങളെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ക്ലൗഡ് അവർ ജഡ്ജ്മെൻറ്റ്. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും. കാരണം അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് യോബിൻ്റെ ഭാര്യ കടന്നു പോയത്. ടുഡേ വി മൈറ്റ് ഈവൻ കൺക്ലൂഡ്, ഇന്നത്തെ ഭാഷയിൽ ഇന്നിപ്പോൾ ശാസ്ത്രവും സയൻസും ഒക്കെ വളർന്നല്ലോ, വൈദ്യശാസ്ത്രമൊക്കെ വളർന്നു. യോബിൻ്റെ ഭാര്യ കടന്നുപോയ ഈ അവസ്ഥ, യോബിൻ്റെ ഭാര്യ ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ ആ മാനസികാവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും, എന്തുവാ ഡോക്ടർമാരെ ഉള്ളവരെന്ന് പറയാമോ? യോബിൻ്റെ ഭാര്യ, ഷി വാസ് ഗോയിങ് ത്രൂ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഒരു ട്രോമ ജീവിതത്തിലുണ്ടായി. ട്രോമ നമുക്കറിയാമല്ലോ, ഭയങ്കര ഒരു ജീവിതത്തെ ഉലയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ ട്രോമയുടെ ശേഷം ഒരു വ്യക്തിക്കുണ്ടാവുന്ന സ്ട്രെസ് ഡിസോർഡർ, സൈക്കോളജി ഇന്ന് അതിനെ അങ്ങനെയൊക്കെ വിലയിരുത്തും. അന്നതൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, യോബിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ doesn't matter because those words were spoken by a woman who suffered from post-traumatic stress disorder. ദൈവത്തിന് സ്തോത്രം. ഇനിയും യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് വേറെ ചില വിമർശനങ്ങളൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. യോബ് 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് മുമ്പോട്ട് പോകാം. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പും ആയിരിക്കുന്നു. മതി. ഇതുകൂടെ ചിലർ പറയാറുണ്ട്. യോബിൻ്റെ ഭാര്യ കേട്ടോ, യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് യോബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് വായിച്ചേ അസഹ്യം. മൈ വൈഫ് കാൺട്ട് സ്റ്റാൻഡ് ദ സ്മെൽ ഓഫ് മൈ ബ്രത്ത് ആൻഡ് മൈ ഓൺ ബ്രദേഴ്സ് വോണ്ട് കം നിയർ മീ. അപ്പം ഇത് കേട്ട ഉടനെ ദേവദാസന്മാർ ഉടനെ ഇതിനെ വിമർശിച്ചു. എന്തുവാ, യോബിൻ്റെ ഭാര്യ യോബിൻ്റെ അടുക്ക് ചെന്നപ്പോൾ മൂക്ക് കൊത്തി അവൾ ഓടിയത്. വാസ്തവത്തിൽ അതല്ല സംഭവിച്ചത്. യോബിൻ്റെ ദുർഗന്ധം ഈ ഭാര്യ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എത്രമാത്രം അവനോട് അടുത്ത് ചെന്നു അല്ലേ? യോബിനെ ശുശ്രൂഷിക്കാൻ, അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടാനോ ആ മുറിവുകളിൽ എണ്ണ പകരാനോ അവന് ഭക്ഷണം കൊടുക്കാനോ അവന് വെള്ളം കൊടുക്കാനോ ഒക്കെ ഈ സ്ത്രീ അടുത്ത് ചെന്നു. അപ്പോൾ അസഹനീയമായ ദുർഗന്ധം ആ ശരീരത്തുണ്ട്. അവൾ ഇങ്ങനൊന്ന് കൈവെല്ലാം വെച്ച് ഇങ്ങനൊന്ന് മൂക്കൊന്ന് അടച്ചു കാണും. ആരാ അത് ചെയ്യാത്തത്? അവൾ അത്രമാത്രം അവനോട് അടുത്ത് പെരുമാറിയത് ആണല്ലോ അവൾക്ക് ആ ദുർഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞത്. അവിടെ വേറൊരു വാക്യം പറയുന്നുണ്ട്, മൈ ഓൺ ബ്രദേഴ്സ് വോണ്ട് കം നിയർ മീ. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുത്തോട് വരുത്തില്ല, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുത്തൊന്നും വരുന്നത്, ദൂരെ മാറി നിന്ന് എന്നെ കണ്ടച്ചു പോയപ്പോഴേ എൻ്റെ ഭാര്യ എന്നോട് ചേർന്ന് നിന്ന് എന്നെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദ ലോർഡ്. അതാ അവിടെ ചെയ്തത്. നമ്മളെപ്പോഴും ഇതിനെ നെഗറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ആ ഭർത്താവിൻ്റെ ആ ലോവസ്റ്റ് പോയിന്റിലെ ശരീരം മുഴുവനും അങ്ങനെ വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ആ മനുഷ്യൻ വേദനയിൽ പുളയുമ്പോഴും തൻ്റെ ഏറ്റവും അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് അടുത്ത് നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു ഭാര്യയായിരുന്നു ആര്? യോബിൻ്റെ ഭാര്യ. പിന്നീട് അതിൻ്റെ 31-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയോട് വിശ്വസ്തനായിരുന്നു.
ആ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ 31 അധ്യായത്തിൽ വരുമ്പോഴും യോബിൻ്റെ ഭാര്യ യോബിനോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, എത്രയോ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന സന്ദർഭങ്ങളാണ് ഇതല്ലേ. എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്നു. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ച് പോകുന്നു രോഗികളായി കഴിയുമ്പോൾ. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ഈ രോഗാവസ്ഥയിലും അവനോട് ചേർന്ന് നിന്ന് അവനെ ശുശ്രൂഷിച്ച വിശ്വസ്തയായ ഒരു ഭാര്യയായിട്ട് വേണം നമുക്ക് യോബിൻ്റെ ഭാര്യയെ കാണുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. യോബ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നു, ദൈവത്തിൽ നിന്ന് നന്മ നമ്മൾ സ്വീകരിച്ചില്ലേ, ഇനി തിന്മയും സ്വീകരിക്കരുതോ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ആ വാക്കുകൾ യോബിൻ്റെ ഭാര്യയെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടാകും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ആർക്കറിയാം, യോബിൻ്റെ ഭാര്യ ആ ചാരത്തിലിരുന്ന് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഒരു കാര്യം കൂടെ മുമ്പോട്ട് പറയട്ടെ. തൻ്റെ ദൈവം യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഗോഡ് ഈസ് സൈലന്റ്. യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് ദൈവം ഒന്നും പറയുന്നില്ല. യോബ് പിന്നീട് യോബിന് ദൈവം തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ആർക്കൂടാ മടക്കി കൊടുത്തത്? ഭാര്യയ്ക്കൂടാ. യോബിൻ്റെ ഭാര്യയെ ദൈവം വിമർശിക്കുന്നില്ല, പക്ഷെ വിമർശിക്കുന്നുണ്ട് ദൈവം ചിലരെ. ആരെയാ? യോബിൻ്റെ കൂട്ടുകാരെ, എലീഫാസിനെയും സോഫറിനെയും ബിൽദാദിനെയും സ്ട്രോങ്ലി റിബ്യൂക്സ്. അവരെ ശക്തമായിട്ട് അവരെ വിമർശിക്കുന്നുണ്ട് ദൈവം. പക്ഷേ യോബിൻ്റെ ഭാര്യയെക്കുറിച്ച് ദൈവം ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്നറിയാമോ? ദൈവത്തിന് മനസ്സിലായി. ആർക്കും മനസ്സിലായില്ലെങ്കിലും നീ കടന്നു പോകുന്ന അവസ്ഥയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ പറഞ്ഞ വാക്കുകളെ പിടിച്ച് നിന്നെ വിമർശിക്കുന്ന, നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം, എൻ്റെ ദൈവം. നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണ് ദൈവത്തോട് കോപിച്ച് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് പറഞ്ഞതെന്നുള്ളത് നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. God probably understood what she was going through and did not count it against her. അവൾ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത് ദൈവമായിരുന്നുകൊണ്ട് അവൾക്കെതിരെ ദൈവം ഒന്നും മിണ്ടുന്നില്ല. കാരണം ദൈവത്തിനറിയാം അവൾ കടന്നുപോയ വ്യഥ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോബ് ഈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുക. 1 പത്രോസ് 3:7 ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:7 വായിച്ചാട്ടെ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. നോക്കിയേ, ഇത് ചെയ്തത് ആദ്യമായിട്ട് ചെയ്തത് ആരാ? യോബ. അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്നത് പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഈ വസ്തുത അറിയാവുന്ന യോബ് തൻ്റെ ഭാര്യ വീക്ക് വെസല, അവൾ ബലഹീന പാത്രമാണ്, ഒരു പ്രത്യേക ദുർബല സാഹചര്യത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ച ഒരു ഭർത്താവായിരുന്നു ആരെ? യോബ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അതെല്ലാവർക്കും മടക്കി കൊടുത്തു. ഹല്ലേലൂയ. അവൾ പിന്നീടും വീണ്ടും 10 മക്കളെ പ്രസവിച്ചു. അവരുടെ മക്കളെക്കുറിച്ച്, അവരുടെ മക്കളെ പോലെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ആ ദേശത്ത് വേറെ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അവൾ മക്കളെയും കൊച്ചുമക്കളെയും 4 തലമുറ കണ്ടു. വലിയ 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 വല്യമ്മച്ചിയായിട്ട് ദൈവം അവളെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ അവളെ വിധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം എൻ്റെ മെസ്സേജ് ഞാൻ നിർത്തട്ടെ. സോ ജോബ്സ് വൈഫ് വാസ് എ മോഡൽ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് എൻഡ്യൂറൻസ്. അതാണ് എൻ്റെ വിഷയം. വിശ്വസ്തതയുടെയും സഹിഷ്ണുതയുടെയും ഒരു മാതൃകയായിരുന്നു ആരെ? യോബിൻ്റെ ഭാര്യ. നിങ്ങൾക്ക് യോബിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഇന്നുകൊണ്ട് മാറണം. ദൈവത്തിന് സ്തോത്രം.
her greatest testimony is her simple presence during her husband's lowest moments. തൻ്റെ സ്പൗസ്, തൻ്റെ ജീവിത പങ്കാളി ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്ന ഒരു ഭാര്യയായിരുന്നു യോബിൻ്റെ ഭാര്യ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഇതിൽ നിന്ന് നമുക്ക് what can we take away, take home? നമുക്ക് പഠിക്കാനുള്ള ജീവിത പാഠം എന്താ? തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തയോടെ നിന്ന ഒരു ഭാര്യ. ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പറഞ്ഞ, ഇനി നാം പ്രാക്ടിക്കലിലേക്ക് വരിക, നിങ്ങളുടെ ഭാര്യമാർ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളെ അന്ന് വളരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് ഇന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പറഞ്ഞ, നിങ്ങളെ അന്നും വല്ലാതെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച ചില വാക്കുകൾ ഇന്നും നിങ്ങളത് കൊണ്ട് നടക്കുന്നുണ്ട്. അവരേത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമുണ്ട്. ഇനിയും തിരിച്ച് ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇങ്ങനെ കടന്ന് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കുവാൻ, ഏത് സാഹചര്യത്തിൽ ആ ഭർത്താവ് അത് പറഞ്ഞതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി അത് മറക്കുവാനും പൊറുക്കുവാനും പങ്കാളിയെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും ചേർന്ന് നിൽക്കുവാനും നിങ്ങൾക്ക് കഴിയാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ളൊരു അവസരം ദൈവം തരിക. എനിക്കറിയാം ഒത്തിരി പേരെ ഇങ്ങനെയുള്ള മുറിവുകളുമായിട്ട് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എനിക്കറിയാം. Do you keep a record of the harsh, painful words spoken by your spouse in a fit of grief? ഒരു വലിയ ദുഃഖത്തിൻ്റെ വേദനയുടെ നടുവിൽ കൂടെ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞ, ഭാര്യയോ ഭർത്താവോ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും ഇന്നും നിങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? വിട്ടുകൊടുക്കുക. യോബ് വിട്ടുകൊടുത്തതുപോലെ, യോബിൻ്റെ ഭാര്യ വിട്ടുകൊടുത്തതുപോലെ അന്യോന്യം ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. When one of you is in a fit of rage, comfort that person with kind words and hold them close to you. ഇനിയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രത്യേക സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ എന്തെങ്കിലും ഇതുപോലൊക്കെ വിട്ടു പറഞ്ഞെന്നിരിക്കാം. പക്ഷേ അപ്പോഴും യോബ് ചെയ്തതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, തൻ്റെ ഭാര്യ തന്നോട് ആ വാക്ക് പറഞ്ഞപ്പോൾ യോബ് അവളോട് പൊട്ടിത്തെറിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല, അവളെ ചേർത്ത് നിർത്തി. അതവളെ മാറ്റി. നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്നിവിടെ എന്നെ കേൾക്കുന്ന, എന്നെ ഓൺലൈനായിട്ട് കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളോടൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വല്ലാത്ത വ്യഥയുടെ നടുവിൽ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിച്ചതായിരിക്കാം. പക്ഷേ അതിപ്പോഴും നിങ്ങൾ ഉള്ളിൽ അത് മറക്കാതെ അത് കൊണ്ടു നടക്കുന്നുവെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കുവാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചാട്ടെ. ഞാൻ ഓർക്കുക, ചില കുഞ്ഞുങ്ങൾ ഈ ശാഠ്യം പിടിച്ച് കിടന്ന് കരയും, കൈകാലിട്ട് അടിച്ച് ബഹളം വെച്ച്, അല്ലേ? ചില കുഞ്ഞുങ്ങൾ അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ എന്തു പറഞ്ഞാലും അവരങ്ങോട്ട് കരച്ചിൽ നിർത്തത്തില്ല. അന്നേരം ഈ സ്നേഹമുള്ള മനസ്സിലാക്കുന്ന അപ്പനും അമ്മയും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാനൊക്കെ അങ്ങനെ എൻ്റെ കൊച്ചുനാളിൽ കരഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ അടികൊണ്ട് ഞാൻ എന്നെ അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് അപ്പൻ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ വേറെ ചില അപ്പന്മാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളിങ്ങനെ ചാട്ടിയും പിടിച്ച് കിടന്ന് പിന്നെ ഫിറ്റ് ഓഫ് റേജ്, ആർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ ഭയങ്കരമായിട്ട് കിടന്ന് കരയുമ്പോൾ അമ്മയോ അപ്പനോ അവരെ അങ്ങ് കെട്ടി അങ്ങ് പിടിക്കും. ആ
കെട്ടി അങ്ങ് പിടിച്ചിട്ട് അവരെ അങ്ങ് ചേർത്ത് നെഞ്ചോട് ചേർത്ത് അങ്ങ് പിടിച്ച് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് വെക്കുമ്പോഴത്തേന് ഈ കുഞ്ഞങ്ങ് ശാന്തമാകും. അങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ നിയന്ത്രണം വിട്ട് കരയുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച്, അതാ ദൈവം അവളോട് ചെയ്തത്. ദൈവം യോബിൻ്റെ ഭാര്യയോട് ചെയ്തതാ. അവളൊരു പ്രത്യേക സന്ദർഭത്തിൽ പൊട്ടിത്തെറിച്ചു. അവളെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത രീതിയിൽ അവൾ പ്രതികരിച്ചു. പറയരുതാത്ത വാക്കുകൾ അവളുടെ വായിൽ നിന്ന് വന്നു. ദൈവത്തെ അവൾ ഡിസ്ട്രസ്റ്റ് കാണിച്ചു. പക്ഷേ അത് മനസ്സിലാക്കിയ സ്നേഹവാനായ ഒരു ദൈവം അവളെ ചേർത്ത് പിടിച്ചു, അവളെ കൈവിട്ടില്ല. ഈ മാതൃകയാ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. The beauty of this whole event and of our own lives when we face such trials is that God is bigger than our grief. Hallelujah. നമ്മുടെ സകല വേദനകളെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ വേദനകളല്ല വലുത്, നമ്മുടെ വേദനകളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന വലിയവനായൊരു ദൈവം. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തെ കൂടുതലായിട്ട് രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ആർക്ക് സാധിച്ചു? യോബിനും ഭാര്യയ്ക്കും സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. He is graceful in our doubts and merciful to us even in our anger. നമ്മുടെ സംശയങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം കൂടുതൽ കൃപാലുവാകുന്നു. നമ്മൾ അവനോട് ദേഷ്യം കാണിക്കുമ്പോൾ അവൻ നമ്മളോട് കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മളിവിടെ കാണുന്നത് അങ്ങനെ ഒരു ആ ദൈവത്തെയാണ് കാണുന്നത്, ആ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് കാണുന്നത്. യോബിൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച, യോബിൻ്റെ ഭാര്യയുടെ ദേഷ്യം കണ്ടിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ദൈവമല്ല, അവളോട് കരുണ കാണിച്ച ഒരു ദൈവം. And sometimes we need to be brought by God to that point where we can just stop and be still and finding peace in Him even in the midst of our lack of understanding. നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. C.S. ലൂയിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തൻ്റെ ഭാര്യ ബോൺ ക്യാൻസർ വന്ന് ഇഞ്ചിഞ്ചായിട്ട് വലിയ വേദനയിൽ കൂടെ അവൾ മരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. C.S. ലൂയിസ് ആ ഗ്രീഫിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ C.S. ലൂയിസിൻ്റെ ജീവിതത്തിൽ, C.S. ലൂയിസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, വലിയൊരു വേദപണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു. He had a number of particularly painful events in his life. തൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിൽ കൂടെ, വേദനാജനകമായിട്ടുള്ള അനേക അനുഭവങ്ങൾ കൂടെ ആ മനുഷ്യൻ കടന്നുപോയി. അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് when he was a young boy, his mother died of cancer. അമ്മ മരിച്ചുപോയി ക്യാൻസർ ബാധിച്ചിട്ട്. അത് കഴിഞ്ഞ് അവനെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കി. അവിടെ വെച്ച് അവൻ്റെ ഹെഡ് മാസ്റ്റർ അവനോട് വളരെ മോശമായിട്ട് പെരുമാറി. അത് കഴിഞ്ഞ് ഇവൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അവന് മാരകമായി മുറിവേറ്റ് ആശുപത്രിയിലായി. തൻ്റെ പിതാവ് തന്നെ കാണാൻ ചെന്നില്ല. ഒടുവിൽ അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് കുറച്ച് വർഷങ്ങൾ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഭാര്യയുടെ പേര് ജോയ് എന്നായിരുന്നു, JOY. അവൾക്ക് പെട്ടെന്ന് മാരകമായിട്ടുള്ള ബോൺ ക്യാൻസർ ബാധിച്ചു. ആ സ്ത്രീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വലിയ വേദനയിൽ കൂടെ C.S. ലൂയിസ് കടന്നുപോയി. He was grappling with the loss and trying to understand the ways of God. ദൈവത്തിൻ്റെ വഴികൾ. എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വേദന നീ തന്നത്? ചെറുപ്പം മുതൽ ഞാൻ ഈ വേദന അനുഭവിക്കുന്നു. ചെറുപ്പം മുതൽ ഞാൻ ഈ വിരഹത്തിൽ കൂടെ, ഈ ദുഃഖത്തിൽ കൂടെ, വ്യതയിൽ കൂടെ കടന്നു പോകുന്നു. ഇപ്പോഴിതാ എൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും ഞാൻ സന്തോഷിച്ചത് എൻ്റെ ഭാര്യയോടുകൂടെയുള്ള എൻ്റെ ജീവിതത്തിലായിരുന്നു. പക്ഷേ അവളെയും നീ തിരിച്ചെടുക്കുകയാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ, ദൈവത്തോട് ചോദ്യം ചോദിക്കുക, ദൈവത്തോട് ദേഷ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ ചില കത്തുകൾ വായിക്കണം. ആ ദുഃഖത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. തൻ്റെ ഭാര്യ മരിക്കാൻ കിടക്കുന്നു. അദ്ദേഹം ദൈവത്തോട് വളരെ ചോദ്യം ചോദിച്ചു, ദൈവത്തോട് ദേഷ്യപ്പെട്ടു.
കോപിച്ചു. പക്ഷേ തൻ്റെ ഭാര്യയെ തിരിച്ചു നൽകാൻ ദൈവം തയ്യാറായില്ല. അവൾ മരിക്കുന്നതിന് മുൻപായിട്ട് അവളെ ചേർത്ത് പിടിച്ചു. He was by the side of her bed, holding her hands and comforting and encouraging her while holding back his tears and fears. തൻ്റെ ഭാര്യ മരിക്കുകയാണ്. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു, അവളെ ആശ്വസിപ്പിച്ചു, അവളെ ധൈര്യപ്പെടുത്തി. അവളോട് പറഞ്ഞു, വേദനയില്ലാത്തൊരു ലോകത്തിലേക്കാണ് നീ പോകുന്നത്. ഒടുവിലായിട്ട് ആ ഭാര്യ എന്നേക്കുമായിട്ട് കണ്ണടയ്ക്കുന്നതിന് മുമ്പായിട്ട് അവൾ പറഞ്ഞ 2 വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. ആ ഭാര്യ ജോയ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഇതാണ്: യു ഹാവ് മെയ്ഡ് മീ ഹാപ്പി, ഐ ആം അറ്റ് പീസ് വിത്ത് ഗോഡ്. തൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് ഭർത്താവിനോട് പറഞ്ഞതാ, യു ഹാവ് മെയ്ഡ് മീ happy and I am at peace with God. നമ്മുടെ പ്രിയമുള്ളവർ മരിക്കുമ്പോൾ, നമ്മളെ വിട്ടു പോകുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ പറയാനിടയായിത്തീരണം. ചേർത്ത് പിടിക്കുക, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. നമുക്കിങ്ങനൊരു സാക്ഷ്യം പറയാൻ കഴിയുമോ? ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കയ്പോടെ ഉള്ളിലിരിക്കുന്നുവെങ്കിൽ ആ കയ്പെല്ലാം കളഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. മരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് പറയാനൊരു സാക്ഷ്യം കാണും. യു ഹാവ് മെയ്ഡ് മീ ഹാപ്പി ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഗാഡ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.